ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോയും ആക്ടും തമ്മിൽ എന്താണ് വ്യത്യാസം. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ വിചാരം എന്താ, ലോയും ആക്ടും സെയിം ആണ്. നമുക്ക് ബേസ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ ഈ സ്ക്രീനിൽ കാണുന്ന വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. റൂൾസ്, റെഗുലേഷൻസ്, ബൈലോ, ഓർഡർ, ഓർഡിനൻസ് ഒക്കെ നമ്മൾ എവിടേക്കോ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ല. ശരിക്കും ലോ എന്ന് പറയുന്നത് ഈ 6 സംഗതികൾ കൂടിച്ചേർന്നതാണ്. ഏതൊക്കെ 6 സംഗതികൾ? ആക്ട്, റൂള്, റെഗുലേഷൻ, ബൈലോ, ഓർഡർ, ഓർഡിനൻസ്. ഈ 6 സംഗതികൾ കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ ലോ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആക്ട്. നമുക്കറിയാം, പാർലമെന്റിൽ പാസ്സാക്കി വരുന്ന ഒരു സംഗതിയാണ് ആക്ട്. അതായത് ലോക്സഭ, രാജ്യസഭ സഭകൾ കൂടി ബിൽ അവതരിപ്പിച്ച് പ്രസിഡന്റിന്റെ സൈൻ കിട്ടുമ്പോഴാണ് ഒരു ബില്ലിനെ നമ്മൾ ആക്ട് ആയി എന്ന് പറയാം. അതായത് ആ ആക്ട് നമുക്ക് അനുസരിക്കല് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ബാധകമാണ്. അപ്പൊ എപ്പോഴാണ് ഒരു നാട്ടിൽ ഒരു ആക്ട് പാസ്സാക്കുക? ഒരു നാട്ടിൽ ഒരു പ്രശ്നമുണ്ട്, നിലവിലുള്ള ആക്ടുകളിൽ ആ പ്രശ്നം കവർ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഉണ്ടാവുമ്പോ ഒരു ബില്ല് എന്ത് ചെയ്യും? പാർലമെന്റിൽ അവതരിപ്പിക്കും. പാർലമെന്റിന്റെ 2 സഭകളും അപ്രൂവ് ചെയ്താൽ, പ്രസിഡന്റിന്റെ സൈൻ കിട്ടിയാൽ അത് ആക്ട് ആയി മാറും. ആ സൊല്യൂഷൻ ഇന്ത്യ മൊത്തം എന്ത് ചെയ്യും? ആപ്ലിക്കബിൾ ആവും. നമ്മളെല്ലാം അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് ആക്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്ട് എല്ലായ്പ്പോഴും പാർലമെന്റ് അല്ല പാസ്സാക്കുന്നത്. നമ്മുടെ ഇന്ത്യയില് സെൻട്രൽ ആക്ടുകളും സ്റ്റേറ്റ് ആക്ടുകളും ഉണ്ട്. സെൻട്രൽ ആക്ടുകളും സ്റ്റേറ്റ് ആക്ടുകളും ഉണ്ട്. സെൻട്രൽ ആക്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കുന്ന ആക്ട് ആണ്. ഫോർ എക്സാമ്പിൾ, കമ്പനീസ് ആക്ട് 2013. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അപ്പൊ സെൻട്രൽ ആക്ട് എന്ന് പറയുന്നത് ആര് പാസ്സാക്കുന്നതാ? സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, കമ്പനീസ് ആക്ട് 2013. നമ്മളെല്ലാവരും പഠിച്ച് നമുക്ക് പരിചയമുള്ള ഒരു ആക്ട് ആണ് കമ്പനീസ് ആക്ട് 2013. ഇത് ഒരു സെൻട്രൽ ആക്ട് ആണ്. പാർലമെന്റിൽ പാസ്സാക്കി, പാർലമെന്റ് കൂടി ബില്ല് അവതരിപ്പിച്ച് 2 സഭകളും പാസ്സാക്കി പ്രസിഡന്റിന്റെ സൈൻ കിട്ടിയ ഒരു ആക്ട് ആണ് കമ്പനീസ് ആക്ട് 2013. സ്റ്റേറ്റ് ആക്ട് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന് മാത്രം ബാധിക്കുന്ന സംഗതികളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് മാത്രം ആപ്ലിക്കബിൾ ആവുന്ന ഒരു ആക്ടിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരളത്തില് കേരള മൈനോറിറ്റി വെൽഫെയർ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് മുഖാന്തരമാണ് നമുക്ക് സ്കോളർഷിപ്പുകളൊക്കെ കിട്ടുന്നത്. CA കോഴ്സ്, CMA കോഴ്സ്, CS കോഴ്സ് ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ആക്ട് കേരളത്തിന് മാത്രമാണ് ബാധകം. അപ്പോൾ ഇത് കേരളത്തിന് മാത്രം ബാധകമായതുകൊണ്ട് ഇതിനെ നമ്മൾ പറയാ സ്റ്റേറ്റ് ആക്ട് എന്നാണ്. സ്റ്റേറ്റ് ആക്ട്. അപ്പൊ ഇത് പാർലമെന്റ് കൂടിയിട്ടാണോ പാസ്സാക്കുക? അല്ല, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലാണ് പാസ്സാക്കുക. കാരണം ഇത് ആ സ്റ്റേറ്റിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. നേരെ മറിച്ച് സെൻട്രൽ ആക്ട് എന്ന് പറഞ്ഞാൽ ഹോൾ ഓഫ് ഇന്ത്യ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് പാർലമെന്റ് കൂടി പാസ്സാക്കി പ്രസിഡന്റിന്റെ സൈൻ കിട്ടണം. സ്റ്റേറ്റ് ആക്ട് ഒരു സ്റ്റേറ്റിനെ മാത്രമാണ് ബാധിക്കുക. അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലാണ് പാസ്സാക്കേണ്ടത്. സൈൻ ചെയ്യേണ്ടത് പ്രസിഡന്റിന് പകരം ഗവർണറാണ്, സ്റ്റേറ്റ് ആക്ട് ആയതുകൊണ്ട്. അപ്പൊ പാസ്സാക്കാൻ ബുദ്ധിമുട്ടുള്ളത് സെൻട്രൽ ആക്ടും കമ്പാരറ്റീവ്ലി എളുപ്പമുള്ളത് സ്റ്റേറ്റ് ആക്ടുമാണ്. ഓക്കെ, രണ്ടാമത്തത് എന്താണ് റൂൾസ്? അപ്പൊ നമ്മളൊക്കെ ആക്ട് പഠിക്കുന്ന സമയത്ത്, നമ്മൾ ആക്ട് വായിക്കുന്ന സമയത്ത് അതിൽ കണ്ടിട്ടുണ്ടാവും ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഫോർ എക്സാമ്പിൾ, കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു പ്രൈവറ്റ് കമ്പനി നമുക്ക് എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. പ്രൈവറ്റ് കമ്പനി നമുക്ക് ഫോം ചെയ്യാം. ആ കമ്പനി നമ്മൾ ഫോം ചെയ്യുമ്പോൾ എത്ര ആളുകൾ വേണം?
എത്ര രൂപ അതിന് മുതൽ മുടക്കായിട്ട് വേണം എന്നൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, അതായത് എത്ര രൂപ അതിന് മുതൽ മുടക്ക് വേണം, എത്ര രൂപ മുടക്കിയാലാണ്, മിനിമം എത്ര രൂപ മുടക്കിയാലാണ് നമുക്ക് കമ്പനി, പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ പറ്റുക എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ ആക്ടില് എന്താണ് ഉണ്ടാവുക? ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, അതായത് എത്രയാന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആക്ടിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു പ്രൈവറ്റ് കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അത് ഇന്ന സെക്ഷൻ പ്രകാരമാണ്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഷെയർ മിനിമം ക്യാപിറ്റൽ എത്രയാണ് വേണ്ടത് എന്നുള്ളടത്ത് എന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡിന്റെ അർത്ഥം ഇത് തീരുമാനിക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇത്ര രൂപ, ഫോർ എക്സാമ്പിൾ 5 ലക്ഷം രൂപ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനി, പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് സെൻട്രൽ ഗവൺമെന്റിന് തീരുമാനിക്കാം. ഇതിനെയാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കുന്ന സംഗതിയാണ്. റൂൾസ് എന്ന് പറയുന്നത് നമ്മൾ പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. ആർക്ക് തീരുമാനം എടുക്കാം? സെൻട്രൽ ഗവൺമെന്റിന് സ്വമേധയാ തീരുമാനം എടുക്കാം. അപ്പൊ 5 ലക്ഷം ഉള്ളത് അവർക്ക് 6 ലക്ഷമായിട്ട് ഉയർത്താം. അവർക്ക് സ്വയം തീരുമാനിക്കാം. പാർലമെന്റ് കൂടി പാസ്സാക്കേണ്ട കാര്യമില്ല. കാരണം ഇവർക്ക് തീരുമാനിക്കാനുള്ള അവകാശം ആക്ടിൽ കൊടുത്തിട്ടുണ്ട്. ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, അതിന്റെ അർത്ഥം പ്രിസ്ക്രൈബ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഏതിന്റെ കാര്യത്തിലാണെങ്കിൽ സെൻട്രൽ ആക്ട് ആണെങ്കിൽ അത് തീരുമാനിക്കുക സെൻട്രൽ ഗവൺമെന്റും, സ്റ്റേറ്റ് ആക്ട് ആണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റും. നമ്മൾ പറഞ്ഞു 2 ആക്ടുകൾ ഉണ്ട്, സെൻട്രൽ ആക്ട്, സ്റ്റേറ്റ് ആക്ട്. സെൻട്രൽ ആക്ട് തീരുമാനിക്കുക, സെൻട്രൽ ആക്ടിലെ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആണെങ്കിൽ അവിടെ തീരുമാനങ്ങൾ എടുക്കുക സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ആക്ടിലെ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആണെങ്കിൽ അവിടെ തീരുമാനങ്ങൾ എടുക്കുക സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അങ്ങനെയുള്ള തീരുമാനങ്ങളെയാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു പ്രൈവറ്റ് കമ്പനി തുടങ്ങുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം എനിക്ക് എന്തുണ്ട്? തുടങ്ങാനുള്ള അവകാശമുണ്ട്, നമുക്ക് തുടങ്ങാം, അത് പോസിബിൾ ആണ് ഇന്ത്യയിൽ. പക്ഷെ എത്ര രൂപ വേണമെന്ന് അറിയണമെങ്കിൽ ഞാൻ എന്ത് നോക്കേണ്ടി വരും? റൂൾസ് നോക്കേണ്ടി വരും. ആ റൂൾസ് ആരാണ് ഇഷ്യൂ ചെയ്യുക? അതാത് സമയത്തെ സെൻട്രൽ ഗവൺമെന്റ് ആരാണോ, ഈ സമയമാണെങ്കിൽ ഇപ്പോ മോദി ഗവൺമെന്റ് ആണ്, അവരാണ് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. ആ തീരുമാനങ്ങളെയാണ് നമ്മൾ റൂൾസ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ? അപ്പൊ ആക്ടും റൂളും എന്താന്ന് ക്ലിയർ ആയി. ഇനി എന്താണ് റെഗുലേഷൻ? ഞാൻ പറഞ്ഞു റൂൾസും റെഗുലേഷനും ഒന്നാണെന്നാണ് നമ്മുടെ വിചാരം. റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്നാണ് നമ്മൾ വായിക്കാറ്. ഇത് തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, റെഗുലേഷൻ റൂൾസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോ നമുക്കറിയാം ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റുകളെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ, ഷെയർ വിൽക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ് സെബി. ഫോർ എക്സാമ്പിൾ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇത് സെബി ആക്ട് പ്രകാരം നിലവിൽ വന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ്. അതായത് സെബി ആക്ട് ആദ്യം പാർലമെന്റ് കൂടി പാസ്സാക്കി, ആ ആക്ട് പ്രകാരം ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നിലവിൽ വന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് എന്ത്? സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇപ്പൊ നിലവിൽ ഇന്ത്യയിലെ സെക്യൂരിറ്റി എക്സ്ചേഞ്ചുകൾക്ക് വേണ്ട നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാ? സെബിയാണ്. കാരണം പാർലമെന്റിൽ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും എന്തുണ്ടാവില്ല? ഈ ഒരു സെക്യൂരിറ്റി മാർക്കറ്റിനെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്തു, റെഗുലേറ്ററി ബോഡി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു എന്ത്? സെക്യൂരിറ്റി മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനം എടുക്കണം. ആ റെഗുലേറ്ററി ബോഡിയാണ് സെബി. അപ്പൊ അങ്ങനെ അവരുണ്ടാക്കുന്ന നിയമങ്ങളെയാണ് നമ്മൾ റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു റെഗുലേറ്ററി ബോഡി ആരെ റെഗുലേറ്റ് ചെയ്യാനാണോ അവരെ ഏൽപ്പിച്ചത് അവർക്ക് വേണ്ടി, ഇപ്പൊ നമ്മുടെ എക്സാമ്പിളിൽ സെബി സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന ബോഡിയാണ്. സെബി സെക്യൂരിറ്റി മാർക്കറ്റിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റെഗുലേഷൻസ് എന്ന് പറയുക. അപ്പൊ റെഗുലേഷൻ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ലോ വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ റെഗുലേറ്ററി ബോഡി, ഫോർ എക്സാമ്പിൾ സെബി. അപ്പൊ റൂൾസും റെഗുലേഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, നല്ല വ്യത്യാസമുണ്ട്. ഇതാണ് വ്യത്യാസം. ഓക്കെ, ഇനി എന്താണ് ബൈലോ?
ബൈലോ എന്ന് പറഞ്ഞാൽ സിംപ്ലി മീനിങ് സെൽഫ് ഗവേണിംഗ് ലോ എന്നാണ്. ഇപ്പൊ നമ്മൾ സെബിന്റെ കാര്യം പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞ എക്സാമ്പിളില് പാർലമെന്റിലുള്ള ആളുകൾക്ക് സെക്യൂരിറ്റി മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു റെഗുലേറ്ററി ബോഡി ക്രിയേറ്റ് ചെയ്തു. ആ റെഗുലേറ്ററി ബോഡിയിലുള്ള ആളുകൾക്ക് എന്ത് വേണം, സെക്യൂരിറ്റി മാർക്കറ്റിനെ കുറിച്ച് നല്ല അറിവ് വേണം. അപ്പൊ അതിലേക്ക് തെരഞ്ഞെടുക്കുന്ന ആളുകൾ, സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ക്വാളിഫിക്കേഷൻസ് വേണം, അവർക്ക് എക്സ്പീരിയൻസ് വേണം, എന്നെങ്കിലേ അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും തീരുമാനിക്കുന്ന ഇതിനെയാണ് നമ്മൾ ബൈലോ എന്ന് പറയുന്നത്. ബൈലോ എന്ന് പറഞ്ഞാൽ സെൽഫ് ഗവേണിംഗ് ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഈ റെഗുലേഷനും ബൈലോയും തമ്മിലുള്ള വ്യത്യാസം. ശ്രദ്ധിക്കണം, ഞാൻ പറയാം. സെബി സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെഗുലേഷൻസ് എന്ന് പറയും. അതായത് അവരെ ഏൽപ്പിച്ചത് സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാനാണ്. അപ്പൊ അവർക്ക് വേണ്ടി, സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അതിനെ നമ്മൾ റെഗുലേഷൻസ് എന്ന് പറയും. സെബിക്ക് വേണ്ടിയിട്ട് തന്നെ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ, അതായത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, എത്ര വർഷം കഴിഞ്ഞാൽ അതിലൊരു എംപ്ലോയിനെ മാറ്റണം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് വേണ്ടത് എന്ന് അവർക്ക് വേണ്ടി തന്നെ ലോ ഉണ്ടാക്കിയാൽ അതിനെയാണ് നമ്മൾ ബൈലോ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് സെൽഫ് ഗവേണിംഗ് ലോ. സെബിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ലോനെയാണ് നമ്മൾ ബൈലോ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് റെഗുലേറ്ററി ബോഡി. റെഗുലേറ്ററി ബോഡിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ലോനെയാണ് നമ്മൾ ബൈലോ എന്ന് പറയുക. റെഗുലേറ്ററി ബോഡി ആരെയാണോ റെഗുലേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചത്, നമ്മുടെ എക്സാമ്പിളിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളെയാണ് നമ്മൾ റെഗുലേഷൻ എന്ന് പറയാം. വ്യത്യാസം ഉണ്ടല്ലോ? ഉണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി എന്താണ് ഓർഡിനൻസ്? ഓർഡർ നമുക്ക് ലാസ്റ്റ് നോക്കാം. എന്താണ് ഓർഡിനൻസ്? ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപിളി പഠിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ടെമ്പററി ലോ. ടെമ്പററി എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ പാർലമെന്റ് എല്ലായ്പ്പോഴും കൂടിക്കോണമെന്നില്ല. ഒരു സിറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത സിറ്റിങ്ങിന് ചിലപ്പോൾ 2, 3, 4 മാസം എടുക്കും. അപ്പോഴാണ് ഒരു പാർലമെന്റ് കൂടുക. അപ്പൊ നമ്മൾ പറഞ്ഞു ആക്ട് പാസ്സാക്കണമെങ്കിൽ എന്ത് വേണം? പാർലമെന്റ് കൂടണം, പ്രസിഡന്റ് സൈൻ ചെയ്യണം. അപ്പൊ ഇതിന് കുറെ സമയം എടുക്കും. ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ വന്നു, പെട്ടെന്ന് അർജന്റ് ആയിട്ട് ഒരു നിയമം പാസ്സാക്കണം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു. ആ സിറ്റുവേഷനിൽ പ്രസിഡന്റിന് നിയമം എന്ത് ചെയ്യാം? ഓർഡിനൻസ് ആയിട്ട് ഇറക്കാം. അതായത് പാർലമെന്റ് കൂടാൻ കാത്തു നിൽക്കാതെ പ്രസിഡന്റിന് നേരിട്ട് എന്ത് ചെയ്യാം? അധികാരമുണ്ട്. പ്രസിഡന്റിന് ഓർഡിനൻസ് ഇറക്കാം. ഈ ഓർഡിനൻസ് വാലിഡും ആവാം, ഇൻവാലിഡും ആവാം. എങ്ങനെ? നമ്മൾ ആദ്യം പറഞ്ഞ പ്രോസസ് എങ്ങനെയാ? പാർലമെന്റ് കൂടി പ്രസിഡന്റ് സൈൻ ചെയ്താൽ ആക്ട് ആയി മാറി, ബില്ല് ആക്ട് ആയി മാറി. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് ഓർഡിനൻസിൽ സംഭവിക്കുന്നത്. പ്രസിഡന്റ് സൈൻ ചെയ്തു, ഓർഡിനൻസ് ഇറക്കി. പിന്നീട് പാർലമെന്റ് കൂടുമ്പോൾ അവർ അംഗീകരിച്ചാൽ ഈ ഓർഡിനൻസ് ആക്ട് ആയിട്ട് മാറും. അവർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇത് ഇൻവാലിഡ് ആയിട്ട് തള്ളിപ്പോകും. അപ്പോ അധികാരം പാർലമെന്റിന് തന്നെയാണ്. പക്ഷെ എമർജൻസി സിറ്റുവേഷനിൽ വേണമെങ്കിൽ പ്രസിഡന്റിന് ഇങ്ങനെ ഒരു അധികാരമുണ്ട്, ഓർഡിനൻസ് പുറത്തിറക്കാം. ആ ഓർഡിനൻസ് പിന്നീട് എന്ത് ചെയ്യും? പാർലമെന്റ് കൂടുന്ന സമയത്ത് 2 സഭകളും അംഗീകരിച്ചാൽ അത് ആക്ട് ആയി മാറി. ഇനി ഈ ഓർഡിനൻസിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 സഭകളും കൂടുന്ന ഡേറ്റ് തൊട്ട് 6 ആഴ്ചയാണ്. അതായത് ഇപ്പോ ലോക്സഭ, രാജ്യസഭ 2 സഭയുണ്ട്. ലോക്സഭ കൂടിയത് ഏപ്രിൽ മാസത്തിലാണ്, രാജ്യസഭ കൂടിയത് ജൂണിലാണെന്ന് വിചാരിക്കുക. അപ്പോ 6 ആഴ്ചയാണ് ഓർഡിനൻസിന്റെ വാലിഡിറ്റി. അതിനുള്ളിൽ ഇത് പാസ്സാവണം, ഇല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ട് കരുതപ്പെടും. 6 ആഴ്ച നമ്മൾ കണക്കൂട്ടേണ്ടത് 2 സഭകളും കൂടിയതിനു ശേഷമാണ്. 2 സഭകളും കൂടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളില് ജൂൺ ആയപ്പോഴാണ് 2 സഭകളും എന്ത് ചെയ്തത്? കൂടിയത്. അതായത് ഏപ്രിലിൽ ലോക്സഭ കൂടി, ജൂൺ ആയപ്പോ രാജ്യസഭയും കൂടി. അപ്പൊ ജൂൺ ആയപ്പോത്തിന് എന്തായി? 2 സഭകളും കൂടി എന്ന കണ്ടീഷനായി. അവിടുന്ന് തൊട്ട് 6 ആഴ്ച വരെ ഇതിന് വാലിഡിറ്റി ഉണ്ട്. അതിനുള്ളിൽ ഇത് പാസ്സായാൽ ആക്ട് ആയി മാറും, അല്ലെങ്കിൽ ഇത് ഇൻവാലിഡ് ആവും. ദിസ് ഇസ് ഓർഡിനൻസ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ആക്ട്, റൂൾസ്, റെഗുലേഷൻസ്, ബൈലോ, ഓർഡിനൻസ്, 5 സംഗതികൾ. ഒരു സംഗതി കൂടി ഉണ്ട്. ഈ 6 എണ്ണത്തിനെ നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നതാണ് എന്ത്? ലോ.
ലോ മീൻസ് 6 തിങ്സ്. ഏതൊക്കെയാ? ആക്ട്, റൂൾസ്, റെഗുലേഷൻസ്, ബൈലോ, ഓർഡർ, ഓർഡിനൻസ്. ഇനി എന്താണ് ഓർഡർ? ഓർഡർ എന്ന് പറഞ്ഞാൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പെനൽറ്റി പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സംഗതി തെറ്റായിട്ട് ചെയ്തു, അപ്പോ ഇൻകം ടാക്സ് എന്ത് ചെയ്യും? എനിക്ക് പെനൽറ്റി നൽകും. 5 കോടി രൂപ എന്റെ കമ്പനിക്ക് പെനൽറ്റി തന്നു എന്ന് വിചാരിക്കുക. ഇതൊരു ഓർഡർ ആണ്. ഇൻകം ടാക്സ് പാസ്സാക്കിയ ഓർഡർ ആണ്. എന്താണ് ഓർഡർ? ഞാൻ 5 കോടി എന്തടക്കണം? 5 കോടി രൂപ പെനൽറ്റി അടക്കണം. ഇതൊരു ഓർഡർ ആണ്. ആര് പാസ്സാക്കിയ? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. ഇൻകം ടാക്സിന്റെ കേസ് ആയതുകൊണ്ട് അവിടെ ഇൻകം ടാക്സ് ഓഫീസർ ആണ്. ഇന്ത്യയിൽ കുറെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റികൾ ഉണ്ട്. കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ROC ആണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അങ്ങനെ ഓരോ സംഗതിക്കും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റികൾ ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു അതോറിറ്റി ഒരു ഓർഡർ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ ആ നിയമം എനിക്കെതിരെയാണ് ആ ഓർഡർ എന്നുണ്ടെങ്കിൽ അത് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതെനിക്ക് നിയമമാണ്. അപ്പൊ ഓർഡർ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ലോ. അപ്പൊ ഞാനത് ആ പെനൽറ്റി അടക്കം ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം എനിക്കത് ഓപ്ഷണൽ അല്ല, ഇറ്റ് ഈസ് മാൻഡേറ്ററി. ലോ ആണ്, നിയമമാണ്. അപ്പൊ ഈ 6 സംഗതികൾ കൂടി ചേർന്നതാണ് ലോ. ഒന്നുകൂടി ഞാൻ പറയാം: ആക്ട്, റൂൾസ്, റെഗുലേഷൻസ്, ബൈലോ, ഓർഡർ, ഓർഡിനൻസ്. ഈ 6 സംഗതികളെയാണ് നമ്മൾ എന്ത് പറയാ? ലോ എന്ന് പറയാം. അപ്പൊ ഇത്രയും കാലം നമ്മൾ പഠിച്ചത് ലോയും ആക്ടും സെയിം ആണ്, റൂൾസും റെഗുലേഷൻസും സെയിം ആണ്. ബൈലോ ചിലപ്പോൾ അറിയാം, അറിയാതിരിക്കാം. ഓർഡർ, ഓർഡിനൻസ് എവിടേക്കോ കേട്ടിട്ടുണ്ട്, വ്യത്യാസം അറിയില്ല. ഇതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ നിങ്ങൾ ലോ പഠിച്ചു തുടങ്ങുമ്പോൾ ശരിക്കും ആദ്യം പഠിക്കേണ്ട സംഗതി ഇതാണ്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇതാരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഈ രീതിയിൽ വേണം നമ്മൾ സബ്ജക്റ്റുകളെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് ടെക്സ്റ്റ് ബുക്കോ നമ്മൾ പഠിക്കുന്ന സമയത്ത് റൂള് കാണുമ്പോൾ അല്ലെങ്കിൽ റെഗുലേഷൻ അല്ലെങ്കിൽ ഓർഡർ എന്ന് കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, താങ്ക് യു.